ഹായ് ഫ്രണ്ട്സ്, ഡേ ടു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഇൻവെർട്ടറിൻ്റെ ചാർജിങ് ആംബിയർ എത്ര ആണെന്ന് ഒരു DC ആംബിയർ മീറ്റർ വെച്ച് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കാണാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോസും അതിനകത്ത് ഒരു 99% എങ്കിലും അത് കൃത്യമായിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാറുള്ളത്. മറ്റ് പല വീഡിയോ ചാനലുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയത്തില്ലെങ്കിൽ അവരുടെ ആ അറിവിൻ്റെ പരിമിതി വെച്ച് അവരാ പറയുന്നതാണ് ശരിയെന്നുള്ള രീതിയിൽ റോങ് ആയിട്ടുള്ള പല ഇൻഫർമേഷനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ ചാനലുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏറ്റവും കൃത്യമായ രീതിയിലുള്ള ഇൻഫർമേഷന് അത് ആ എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്തുള്ള പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുള്ള ആ എക്സ്പീരിയൻസിൻ്റെ രീതിയിലൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്ന ഓരോ വീഡിയോസും അതിന് മുൻപ് തന്നെ ഒരു പ്രാവശ്യം ചെയ്ത് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കമൻറ്റായിട്ട് അറിയിക്കുകയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തേക്കുന്നത് ലൂമിനസിൻ്റെ എക്കോവാട്ട് നിയോ എന്നൊരു മോഡലാണ്. 700 വാട്ട്സിൻ്റെ 700 എന്നുള്ള മോഡലാണ്. ബാറ്ററിയും അതുപോലെ തന്നെ ലൂമിനസിൻ്റെ 80 ആംബിയറിൻ്റെ AHൻ്റെ ഒരു ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഇൻവെർട്ടറോ ബാറ്ററിയോ ഒന്നുമല്ല. നമ്മളൊരു മീറ്റർ എടുത്തിട്ടുണ്ട്, DC ആംബിയർ മീറ്ററാണ്. ആ മീറ്ററിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ മീറ്ററിൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ ചാർജിങ് കറണ്ട്, DC കറണ്ട് മെഷർ ചെയ്യുകയാണ്. അപ്പം ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ DC ആംബിയർ മീറ്റർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ മെയിൻസ് ഓൺ ചെയ്യാം. ഇൻവെർട്ടറിൻ്റെ മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ ചാർജിങ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. നമ്മുടെ DC ആംബിയർ മീറ്ററിൽ 13.5 ആംബിയർ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ബാറ്ററി ഇപ്പം 13.5 ആംബിയർ DCയിലാണ് ബാറ്ററി ഇപ്പം ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം DC ആംബിയർ മീറ്ററാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആംബിയറാണ് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ ബാറ്ററി ചാർജ് ആകുന്നതനുസരിച്ച്, ബാറ്ററി ഫുൾ ചാർജ് ആകുന്നതനുസരിച്ച് ചാർജിങ് ആംബിയർ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആകുന്നതാണ്. ഇപ്പം കണ്ടോ, 11.8 ആയിട്ടുണ്ട്, 11.5 ആയിട്ടുണ്ട്, 11.4 ആയിട്ടുണ്ട്, 11.2, 10.8 ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ ഇൻവെർട്ടറിനകത്ത് ചാർജർ സെക്ഷൻ കട്ട് ഓഫ് ആവും. അപ്പോൾ അവിടെ 0 ചാർജിങ് ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് പറഞ്ഞാൽ ഇൻവെർട്ടർ മുഖേന ബാറ്ററി ചാർജ് ആകുന്ന ചാർജിങ് കറണ്ടാണ് നമുക്ക് ഈ DC ആംബിയർ മീറ്ററിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ മെയിൻസ് ഓഫ് ചെയ്തിട്ട് ഇൻവെർട്ടർ ഓൺ ചെയ്യാം. ഇപ്പോൾ ഇൻവെർട്ടർ ഓൺ ചെയ്യുമ്പോൾ നമുക്കൊരു 400 വാട്ട്സ് നമുക്ക് ഇൻവെർട്ടറിൽ ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം മെയിൻസ് ഓഫ് ചെയ്യാണ്. മെയിൻസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻവെർട്ടർ ഓൺ ചെയ്യുകയാണ്. ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. ഇപ്പം ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ ലോഡില്ലാതെ, വിത്തൗട്ട് ലോഡിൽ ഇൻവെർട്ടർ കൺസ്യൂം ചെയ്യുന്ന DC കറണ്ടാണ് ഈ കാണിക്കുന്നത്. 1 സംതിങ് കറണ്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മീറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പം നമ്മളിപ്പം ബാറ്ററി ചാർജ് ചെയ്യുകയല്ല, ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ മീറ്ററിൽ നമുക്ക് മൈനസ് എന്നൊരു സിമ്പിൾ വരുന്നുണ്ട്, മൈനസ് സിമ്പിൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മീറ്ററിൻ്റെ പ്രത്യേകത, ഇത് ബൈ ഡയറക്ഷണലായിട്ട് വർക്ക് ചെയ്യുന്ന കറണ്ടിനെ മെഷർ ചെയ്യുന്ന മീറ്ററാണ്. ഞാനിപ്പോൾ ഒരു 200 വാട്ട്സ് ബൾബ് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു 200 വാട്ട്സ് ബൾബ് ഓൺ ചെയ്തു, ഔട്ട്പുട്ടിൽ ഓൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജിങ് കറണ്ടെന്ന് പറഞ്ഞാൽ ഒരു 16 സംതിങ് ആണ്. ഒരു 16 സംതിങ് കറണ്ടാണ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും ഒരു 200 വാട്ട്സ് ബൾബ് ഓൺ ചെയ്യുകയാണ്. ഞാൻ വീണ്ടും ഒരു 200 വാട്ട്സ് ബൾബ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡിസ്ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ
30 ആണ്. 30 ആംപിയറാണ് ഇപ്പോൾ ഡിസ്ചാർജിങ് കറണ്ട് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു ബൾബ്, ഒരു 100 വാട്ട്സിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു 100 വാട്ട്സിൻ്റെ ബൾബാണ് നമ്മൾ ലോഡായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 8 പോയിൻറ്റ് സംതിങ് DC ആംപിയറാണ് ഡിസ്ചാർജിങ് കറണ്ട്. ഇപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 400 വാട്ട്സാണ് ലോഡ് ചെയ്തേക്കുന്നത്, 400 വാട്ട്സ്. ഇപ്പോൾ ഒരു 32 ആംപിയറിന് മുകളിൽ, ഒരു 32 ആംപിയറിന് മുകളിൽ ഡിസ്ചാർജിങ് കറണ്ടാണ് ഈ 400 വാട്ട്സ് ലോഡ് ചെയ്യുമ്പോൾ വരേണ്ടത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബുകൾ അത് കൃത്യമായ വാട്ട്സ് ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ 200 വാട്ട്സ് എന്ന് പറയുമ്പോൾ അത് ആക്യുറേറ്റ് ആയിട്ട് 200 വാട്ട്സ് ആയിരിക്കത്തില്ല. അത് ലേബൽ ചെയ്തേക്കുന്ന 200 വാട്ട്സ് ആണെങ്കിലും, അത് മെൻഷൻ ചെയ്തേക്കുന്ന 200 വാട്ട്സ് ആണെങ്കിലും അണ്ടർ 200 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ 200 വാട്ട്സിന് താഴെയായിരിക്കും, ഒരു 180 വാട്ട്സ് അങ്ങനെയൊക്കെ വരത്തുള്ളൂ, 170, 180 ആ ഒരു രീതിയിൽ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ 30 ആംപിയർ ഡിസ്ചാർജിങ് കാണിക്കുന്നത്. കാരണം ഒരു 100 വാട്ട്സിൻ്റെ പക്ക 100 വാട്ട്സിൻ്റെ ഒരു ബൾബാണെങ്കിൽ 8 പോയിൻറ്റ് സംതിങ് ഡിസ്ചാർജിങ് DC കറണ്ട് ഉറപ്പായിട്ടും വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ബൾബുകൾ എല്ലാം 200 വാട്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ 200 വാട്ട്സിന് താഴെയാണ് അതിൻ്റെ വാട്ട്സ് ഉള്ളത്. അപ്പോൾ ഒരു 180 176 180 ആ റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു 400 വാട്ട്സ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 ആംപ്സ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഇതാണ് ഇപ്പം 400 വാട്ട്സ് നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജിങ് കറണ്ട് 30 ആംപിയറിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ മീറ്ററിൻ്റെ ഒരു പ്രത്യേകത ബൈഡയറക്ഷനാണ്. നമുക്ക് പോസിറ്റീവ് കറണ്ടും അതുപോലെ തന്നെ നെഗറ്റീവ് രണ്ട് സൈഡിലുള്ള കറണ്ട്, അങ്ങോട്ട് രണ്ട് സൈഡിൽ ഡയറക്ഷനുള്ള കറണ്ടിനെയും മെഷർ ചെയ്യാൻ പറ്റും ഈ മീറ്ററിൻ്റെ പ്രത്യേകത. ഇനി ഞാൻ 200 വാട്ട്സ് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ 200 വാട്ട്സ് ഓഫ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഡിസ്ചാർജിങ് കറണ്ട് 16.3 സംതിങ് ആണ്. ഞാൻ അടുത്ത് ആ 200 ഞാൻ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ 200 വാട്ട്സ് ടോട്ടലായിട്ട് നോ ലോഡാണ്. നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ടിൽ ഒരു ലോഡും ഇല്ല. ഇപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഇൻവെർട്ടർ നോ ലോഡിൽ എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 1.5 ആംപിയറാണ് കറണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഡിസ്ചാർജിങ് കറണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മീറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ആംപിയർ മെഷർ ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലുള്ള കറണ്ട് ഇപ്പം കറണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബൈ ഡയറക്ഷണൽ കറണ്ടാണ്. അപ്പം നമുക്ക് 2 ഡയറക്ഷനിലുള്ള കറണ്ടിനെ ഈ മീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്ന പല മീറ്ററുകളിലും നിങ്ങൾക്ക് ഒറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ടിനെ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ മീറ്ററിൻ്റെ പ്രത്യേകത 2 ഡയറക്ഷനിൽ. ഇപ്പം ഞാനിപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നതുകൊണ്ടാണ് മൈനസ് വന്നേക്കുന്നത്. ഇപ്പോൾ ഓൺ ചെയ്യാം, ഇൻവെർട്ടർ മോഡ് ഓൺ ചെയ്യുകയാണ്. ഇപ്പം ഇൻവെർട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പം ഇൻവെർട്ടർ മോഡിലേക്ക് ചേഞ്ച് ആയി കഴിയുമ്പോൾ ബാറ്ററി ചാർജ് ആകും. ഇപ്പോൾ കണ്ടോ, ബാറ്ററിയുടെ ചാർജിങ് സെക്ഷൻ ഓൺ ആയിട്ടില്ല, ഇപ്പോഴാണ് ഓണായത്. 13.4 ഇതാണ് ഇപ്പോൾ ബാറ്ററി ചാർജ് ആകുന്ന ചാർജിങ് ആംപിയർ. പിന്നെ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുള്ള കറണ്ട് ആണെങ്കിൽ നമുക്ക് 9999 വരെ ആംപിയർ നമുക്കിനകത്ത് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ 999 ആംപിയർ വരെ നമുക്കിനകത്ത് മെഷർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഡിജിറ്റ് നെഗറ്റീവിൽ കുറവെന്ന് പറഞ്ഞാൽ അവിടെ മൈനസ് സിമ്പിൾ വരാൻ വേണ്ടി വരുന്നത് കൊണ്ട് നമുക്കൊരു ഡിജിറ്റ് കുറഞ്ഞിരിക്കും. അപ്പം ഇതാണ് ഈ മീറ്റർ. ഈ മീറ്ററിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 1150 റുപ്പീസാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ എനിക്ക് നമ്പർ മെസ്സേജ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ, കമൻറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ മീറ്റർ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും. കൊറിയർ ചാർജ് അഡീഷണലാണ്. നല്ലൊരു മീറ്ററാണ്. ആക്യുറസി എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമാണ്. 1% മാത്രമേ പ്ലസ് ഓർ മൈനസ് ഈ മെഷർ ചെയ്യുന്ന കറണ്ടിനകത്ത് മാറ്റം വരത്തുള്ളൂ. 1% മാത്രമേ മാറ്റം വരത്തുള്ളൂ. അത്ര നല്ല ആക്യുറസി ഉള്ളൊരു മീറ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് ബൈ ഡയറക്ഷനിൽ മെഷർ ചെയ്യാൻ പറ്റും കറണ്ടിനെ. ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് അതുപോലെ ടെക്നീഷ്യന്മാർക്കൊക്കെ വളരെ പ്രയോജനമുള്ളൊരു മീറ്ററാണ്. കാരണം നമുക്ക് DC കറണ്ട് നമുക്ക് പല സ്റ്റേജുകളിലും മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്കൊരു DC കറണ്ട് മെഷർ ചെയ്യുമ്പോൾ 2 ഡയറക്ഷനിലും ഉള്ള കറണ്ടിനെയാണ് നമുക്ക് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനൊരു മീറ്റർ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രൈസ് ഞാൻ പറഞ്ഞു. അതുപോലെ അഡീഷണൽ കൊറിയർ ചാർജാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ചാനലിൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
താല്പര്യമാണെങ്കിൽ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.